ഹായ്, നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനൊരു അത്യാവശ്യ കാര്യം പറയുക കേട്ടോ. എനിക്കിപ്പം പറ്റിയ ഒരു അബദ്ധമാണിത്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് യൂട്യൂബിൻ്റെ ചെറിയൊരു വരുമാനം കിട്ടിത്തുടങ്ങിയായിരുന്നു. അത് കുറേ കാലമായി കേട്ടോ കിട്ടിത്തുടങ്ങിയിട്ട്. അത് കിട്ടുമ്പം ഞാൻ ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ സഹായങ്ങളെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ അമ്മച്ചിയുടെ ആവശ്യത്തിനാണേലും അല്ലെ പിള്ളേരുടെ ആവശ്യത്തിനാണേലും എന്തൊക്കെ കൈ എടുത്തുകൊണ്ടിരുന്നത്. കാരണം നിങ്ങൾ കണ്ട് എനിക്ക് വ്യൂസ് കൂട്ടിയിട്ടാണ് എനിക്ക് ഈ യൂട്യൂബിൻ്റെ ഒരു വരുമാനം കിട്ടുന്നത്. അത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിലും ഞാൻ രണ്ടാമത്തെ പ്രാവശ്യത്തെയാണ് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വയനാടിൻ്റെ ഒരു കൈത്താങ്ങെന്നും പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആ മാസത്തെ ഫണ്ട് മുഴുവൻ ഞാൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഓരോ മാസവും കിട്ടുമ്പോൾ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാതെ ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷേങ്കിൽ ഈ മാസവും, അതായത് നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ പേയ്മെൻറ്റും പിന്നെ ജൂലൈയിലെ പേയ്മെൻറ്റും എനിക്ക് കിട്ടിയിട്ടേയില്ല. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടെല്ലാം ഫ്രീസായിപ്പോയി. എവിടെ നിന്ന് എങ്ങനെയാണ് വന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. ഞാൻ ആദ്യമേ കൊടുത്തിരുന്നത് യൂട്യൂബിൻ്റെ പിന്നിലോട്ട് കൊടുത്തിരുന്നത് കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടായിരുന്നു. അത് ഫ്രീസായി പോയ ഉടനെ നമ്മൾ തല്ലിപ്പിടച്ച് ഓടിച്ചെന്ന് അന്നേരത്തേനും ആ മാസത്തെ പേയ്മെൻറ്റ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിരുന്നു. നമ്മൾ ഫെഡറൽ ബാങ്കിൽ പോയി തങ്ങിപ്പോയി ഒരു അക്കൗണ്ട് എടുത്തു. ആ അക്കൗണ്ട് എടുത്ത് പിറ്റേ മാസത്തെ സാലറി, അതുവരെ ഒരു കുഴപ്പമില്ല, നമ്മൾ 2-3 ദിവസം വരെ നോക്കിയിരുന്നു. അതും ഞാൻ എടുത്ത അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രീമിയം അക്കൗണ്ടായി എടുത്തിരുന്നത്, 3000 രൂപ കൊടുത്ത്. അപ്പോൾ ആ 3000 രൂപ ഡിപ്പോസിറ്റായിട്ട് തന്നെ അതിൻ്റെ അകത്തുണ്ട് താനും. അപ്പം ഈ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് കയറുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ബാങ്കിൻ്റെ നോക്കിക്കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ നമുക്ക് സെർച്ച് ചെയ്താൽ അറിയാമല്ലോ, നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് കയറിയെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞ് ഞാൻ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ 0 ബാലൻസ്, അതായത് അക്കൗണ്ട് കാണിക്കുമ്പോഴത്തേക്കും ടെക്നിക്കൽ ഇഷ്യൂ എന്നും പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. അതിപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ്. ഉണ്ടോ, ഇതുപോലെ ടെക്നിക്കൽ ഇഷ്യൂ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുക. ഇതിപ്പം കാനറ ബാങ്കിൻ്റെ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലും ടെക്നിക്കൽ ഇഷ്യൂ, ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പൺ ചെയ്താലും ടെക്നിക്കൽ ഇഷ്യൂ. അതുപോലെ തന്നെ എനിക്ക് SBIയുടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് പിന്നെ SPT ആയല്ലോ. തൊടുപുഴ തൊട്ടുള്ള അക്കൗണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയതാണ്. ആ അക്കൗണ്ടും ഇതുപോലെ തന്നെ പോയി കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ. കഴിഞ്ഞ ദിവസമല്ല, ഇതെല്ലാം മുമ്പിൽ പുറകിൽ ഇതെല്ലാം അങ്ങ് പോയി. അതുകൊണ്ട് ഇപ്പം യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് ഇപ്പം 3 മാസമായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഈ ജൂണിലൊക്കെ സ്കൂൾ തുറന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ, ഇപ്പം 3 മാസമായിട്ടൊന്നും നമുക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത് മാത്രമേ മെച്ചമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കുഴപ്പമല്ല കേട്ടോ, നമ്മുടെ അക്കൗണ്ടിൻ്റെ കുഴപ്പം. എവിടെയോ എന്തോ നമ്മുടെ മുകളിലിരിക്കുന്ന, സത്യമായിട്ട് ഞാൻ പറയാം, പരമ തെണ്ടി ചെറ്റകൾ എന്തോ പരിപാടി കാണിച്ചതാണ് ഇത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്തോ ഫ്രോഡ് പരിപാടി അക്കൗണ്ടിൽ നടന്നിട്ടുണ്ടെന്ന്. എൻ്റെ അക്കൗണ്ടിൽ ഒരു ഫ്രോഡ് പരിപാടി നടന്നിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും കടയിൽ പോവുക, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ പോവുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒക്കെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യും. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളതല്ല കഴിഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് യാതൊരു വക ഫ്രോഡ് പരിപാടിയും നമ്മൾ ചെയ്തിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല, എടുത്തിട്ടുമില്ല. അപ്പോൾ അവസാനം ഞങ്ങൾ ഓടിപ്പിടച്ച് ബാങ്കിലൊക്കെ ചെന്ന്, ഈ 3 ബാങ്കിലും ചെന്നപ്പം പറയുകയാണ്, ഇത് സൈബർ സെല്ല് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തോ ഫ്രോഡായിട്ടുള്ള പൈസ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കയറിയിട്ട് നിങ്ങളത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറേ, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഫെഡറൽ ബാങ്കിൽ എന്ന് പറഞ്ഞാൽ 3000 രൂപയുടെ അക്കൗണ്ട് എടുത്തിട്ട് അതിൽ 1 രൂപ ഞങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ടുള്ള ഒരു കാര്യമല്ല, ഈ യൂട്യൂബിന് വേണ്ടി മാത്രം എടുത്തതാണ്. അപ്പം പറയുന്നു, ഏതെങ്കിലും ഒരു ബാങ്കിൽ നടന്നാൽ മതി, ഈ ആധാറും പാൻ കാർഡും വെച്ചാണല്ലോ നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നത്, അപ്പോൾ അതേ തുടങ്ങി ഇങ്ങോട്ട് പോരുന്നാന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരു അക്കൗണ്ട് പിന്നെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത അക്കൗണ്ട് എടുക്കുമ്പോഴും ഈ പാൻ കാർഡും ആധാറും വെച്ചല്ലേ നിങ്ങൾ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ഇതിലോട്ടും വരുമെന്ന് പറഞ്ഞു. അപ്പം നോക്കിക്കഴിഞ്ഞപ്പം കാനറ ബാങ്കിൽ 99,000 ആദ്യമേ കുറച്ച് എമൗണ്ട് കാണിച്ചു, അത് നമ്മൾ അടച്ചു തീർത്തു, എന്നിട്ടും അതായില്ല. അത് കഴിഞ്ഞ ദിവസം 1,32,000 രൂപയുടെ ഇത് വീണ്ടും വന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന്, നമുക്ക് കേസ് വന്നത് എവിടുന്നാണെന്നറിയാമോ? ബാംഗ്ലൂർ. എന്നിട്ട് ഇവിടുന്ന് അതിനെ ഏർപ്പാടാക്കി അഡ്വക്കേറ്റുമായിട്ട് ഞങ്ങൾ 3 പേര് ഇവിടുന്ന് പോയി. അല്ലേ പറഞ്ഞു, നമുക്ക് അറസ്റ്റ് വാറണ്ടാ വരുന്നത്, അറസ്റ്റ് ചെയ്ത് 14 ദിവസം അവിടുത്തെ ജയിലിൽ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളെ മനസ്സറിയാത്ത കാര്യത്തിനാണ് കൂട്ടണം. എന്നിട്ട് അവിടെ ചെന്ന് നമ്മൾ ആ കേസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി പിറക്കി. ഇപ്പം അതിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് ബാങ്കിൽ പോകാനായിട്ട് റെഡിയായതാണ്.
ഫെഡറൽ ബാങ്കിൻ്റെ റെഡി ആയിട്ടില്ല. ഫെഡറൽ ബാങ്കിൻ്റേത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. SBIയുടേത് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. 6 ലക്ഷത്തി സംതിങ് രൂപയാണ് അവിടുത്തേത് കാണിക്കുന്നത്. ഇതെന്ത് ചെയ്തു ഏത് ചെയ്തു എന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിന് സ്വസ്ഥതയില്ല. ഇപ്പം ഇതിൻ്റെ പേരിൽ ഇപ്പം 3 പ്രാവശ്യമാണ് ഞങ്ങൾ ബാംഗ്ലൂർ പോയത്. എൻ്റെ മേലാത്തെ അമ്മേനെ ഇട്ടിട്ട്. ഞാൻ നിങ്ങളോട് 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബാംഗ്ലൂർ വരെ അത്യാവശ്യമായിട്ട് പോവുകയാണ്, പോകാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ടോ പാസ്ബുക്ക് കാര്യങ്ങൾ സർവ്വ കാര്യങ്ങളും എടുത്തു വെച്ചേക്കും. അപ്പം ഇതെല്ലാം ഞങ്ങൾ ബാംഗ്ലൂരെല്ലാം പോയി കേസ് നടത്തിയതിൻ്റെ ഫയലും പേപ്പറും കാര്യങ്ങളും എല്ലാം ഇതുകൊണ്ടോ ഇത് മുഴുവനും അവിടുത്തെ കേസിൻ്റെ കാര്യങ്ങൾ ഇതുകൊണ്ടോ എവിടെയോ ഇരുന്ന് പരമ എംബോക്കികൾ എന്തു പണി കാണിച്ചതാണെന്ന് അറിയത്തില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഗിൾ പേ ചെയ്തതാണോ ഫോൺ പേ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് ഏതെങ്കിലും ആൾക്കാർ കാശ് തന്നാണോ ഒന്നും അറിയത്തില്ല. അപ്പം മാനേജറെ കണ്ടു കഴിഞ്ഞപ്പോൾ മാനേജർ ഈ ഫെഡറൽ ബാങ്കിലെ ആണെങ്കിലും കാനറ ബാങ്കിൻ്റെ ആണെങ്കിലും വളരെ മര്യാദക്കാരായ മാനേജർ. അപ്പം മാനേജർ പറഞ്ഞു, ചേച്ചി കേസ് ഒഴിവാക്കിയില്ലെങ്കിൽ ഇത് ക്രിമിനൽ കേസാണ്, അതായത് സൈബർ ഏറ്റെടുത്തേക്കുന്ന കേസാണ്, ഒഴിവാക്കിയില്ലെങ്കിൽ റിമാൻഡ് ചെയ്താൽ വലിയ വിഷയത്തിലോട്ട് വരും, നിങ്ങൾ നിരപരാധിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം എൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോഴും അവർക്കത് മനസ്സിലായി. അപ്പം ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇപ്പം നിങ്ങളെ പോണക്ക് തന്നെ നിങ്ങളുടെ മേളിലുള്ള ആർക്കെങ്കിലും ഇതുപോലത്തെ ഫ്രോഡുകൾ കാശിട്ട് കൊടുത്തിട്ടുണ്ട്, അവർക്കത് അറിയത്തില്ലാതെ ചേച്ചി വല്ല കടയിൽ ചെന്നപ്പോഴോ അല്ല എവിടുന്നെങ്കിലും നിങ്ങൾ GP ചെയ്തപ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തപ്പം ഇങ്ങനെ അതിലൊരു കണക്ഷൻ കണ്ണിയായിട്ട് പെട്ടതാണ് നിങ്ങളെന്ന് പറഞ്ഞു. നിങ്ങൾ അതുപോലെ ഈ കാശ് അവരിട്ട് തന്ന കാശ് വേറെ ആർക്കെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ബാങ്കിൽ അക്കൗണ്ടിന് വിഷയമാകും, അവർക്കും ഇതുപോലെ കേസ് വരുമെന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ ദൈവമേ എനിക്ക് പേടിച്ചിട്ട് വയ്യായിരുന്നു, എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ കടയിൽ നിന്ന് നിത്യം സാധനം മേടിക്കാൻ പോകുന്ന ഒരു കടയുണ്ട്, പലചരക്കട. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പയ്യൻ എന്തോ സംസാരിച്ചു വന്ന് കൊടുത്ത് പറഞ്ഞു, ചേച്ചി വേണ്ട കേട്ടോ, അക്കൗണ്ടിൽ പൈസ ഇട്ട് തരണ്ട കേട്ടോ, എനിക്ക് കൈ തന്നാൽ മതി, എൻ്റെ അക്കൗണ്ടിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് കുറച്ച് കാശേ ഉള്ളൂ, 3000 സംതിങ് രൂപയേ ഉള്ളൂ, അത് ഞാൻ ഇങ്ങനെ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട് റെഡിയാക്കാനെന്ന് പറഞ്ഞു. ഇതെവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, എൻ്റെ പൊന്നു ദൈവമേ, ഇതെവിടുന്നെങ്കിലും ഇപ്പം പോലീസുകാരായാലും അല്ല സൈബറിലുള്ളവരാണ് ആരാണെങ്കിലും ഇങ്ങനത്തെ ഫ്രോഡ് പരിപാടി നടത്തുന്നവരെ ഉണ്ടല്ലോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഞങ്ങളെ പോണക്കുള്ളവരെ ഇട്ട് ഇതുപോലിട്ട് വലയ്ക്കുന്നത് നമുക്ക് സമയവും കാര്യങ്ങളും ഇല്ല, ഇതിൻ്റെ പുറകെ നടന്ന് ഇതുപോലെ ലക്ഷങ്ങളും മുടക്കാനുമില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങളാരും ആരുടെ അക്കൗണ്ടിൽ നിന്ന് പരമാവധി നിങ്ങൾ ആർക്കും ട്രാൻസ്ഫർ ചെയ്ത് പൈസ കൊടുക്കാതിരിക്കുക. പണ്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നമുക്കൊരു കാര്യം നമ്മൾ കൈ കാശ് കൊണ്ടു നടക്കുമല്ലേ, ഇപ്പം സമയവും സാഹചര്യവും അല്ല എളുപ്പം നോക്കിയല്ലേ ഇത് ചെയ്യുന്നത്. പരമാവധി നമ്മൾ പൈസ കൊണ്ട് നടന്നിട്ട് നമ്മൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക, തിരിച്ചു മേടിക്കുക. ബാങ്കിൻ്റെ നമ്മൾ ഈ ഗൂഗിൾ പേയോ ഫോൺ പേ വഴിയോ ഒന്നും ചെയ്യാതിരിക്കുക. ഇതുപോലത്തെ ഫ്രോഡിൽ നമ്മൾ പോയിപ്പെടും. അതുകൊണ്ട് എനിക്ക് പറ്റിയ പോണക്കത്തെ അബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കണം. ഇതുപോലത്തെ ഫ്രോഡ് പരിപാടി ചെയ്യുന്നവർ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. കഞ്ഞിക്കും വെള്ളത്തിനും ഇല്ലാത്തവരായിരിക്കും ഇതിലൊക്കെ പെട്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ തൊഴുത്ത് പറയാം, നിങ്ങൾ ചെയ്യരുത്. ഇപ്പോഴും ഞാൻ ബാങ്കിൽ പോയി എൻ്റെ അക്കൗണ്ട് റെഡി ആയിട്ടില്ല. എൻ്റെ 3 മാസത്തെയാണ് എൻ്റെ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ എൻ്റെ 3 മാസത്തെ പേയ്മെൻറ്റാണ് യൂട്യൂബിൻ്റെ ഇത് പോയത്. എനിക്ക് വളരെയധികം വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് പറ്റിയതുപോലത്തെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.